തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ഒന്നല്ല 3 പ്രാവശ്യം. ഒരു വാണിംഗ് കർത്താവ് കൊടുത്തതാണ്. പക്ഷെ അത് പത്രോസ് മറന്നു. ഒരിക്കലും ഗുരു പത്രോസിൽ നിന്നത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഏതാണ്ട് ശിഷ്യന്മാരുടെ ഒരു തലവനാക്കി മാറ്റിയതാണ്. എവിടെ പോയാലും പത്രോസിനെയും കൊണ്ടേ കർത്താവ് പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനോട് പറഞ്ഞത്, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ അത് ചെയ്യില്ല, ഞാനത് ചെയ്യില്ല. പത്രോസിനോട് നേരത്തെ കർത്താവ് ചോദിച്ചിട്ടുണ്ട്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, സ്നേഹിക്കുന്നു. അപ്പോൾ കുഞ്ഞാടുകളെ മേയ്ക്കുക, ആടുകളെ മേയ്ക്കുക, വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ കർത്താവ് ഏൽപ്പിച്ചു. ചോദ്യം ഇതായിരുന്നു, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ചോദിക്കേണ്ട കാര്യമില്ല. കാരണം 12 അപ്പസ്തോലന്മാരിൽ പ്രമുഖനായി പത്രോസിനെ കൊണ്ടു നടന്നതാണ് കർത്താവ്. എല്ലാ കാര്യങ്ങളും പത്രോസിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. സ്വർഗത്തിൻ്റെ താക്കോല് വരെ പത്രോസിനെ ഏൽപ്പിച്ചതാണ്. വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ പത്രോസിന് കർത്താവ് ഏൽപ്പിച്ചതാണ്. ആ പത്രോസ് തള്ളിപ്പറയുമെന്ന് പറഞ്ഞുവെങ്കിലും പത്രോസ് ഒരിക്കലും അത് വിശ്വസിച്ചില്ല. കാരണം എനിക്ക് ഗുരുവിനെ തള്ളിപ്പറയാനാവില്ല. പക്ഷെ പത്രോസ് അത് മറന്നു. ആ സിറ്റുവേഷനിൽ ഒരു പരിചാരികയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ അവനെ അറിയില്ല എന്ന് പറയുന്നവൻ, പാറയെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ടവനാണ് വെറും ഞാങ്കണ പോലെ വളഞ്ഞിട്ട് ഞാനവനെ അറിയില്ല എന്നൊരു പെണ്ണിൻ്റെ മുമ്പിൽ പറഞ്ഞത്. പക്ഷേ വലിയൊരു അനുതാപം പത്രോസിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ആ അനുതാപത്തിന് വഴിയൊരുക്കിയത് ഒരു കോഴിക്കൂവലാണ്. 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. കോഴി കൂകുന്നതിന് മുമ്പ് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കോഴി ഒന്ന് കൂകിയപ്പോൾ പത്രോസ് മനസ്സിലായി, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ആ കോഴിക്കൂവല് പത്രോസിൻ്റെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ഉണർത്തുപാട്ടായിരുന്നു. എന്തുകൊണ്ടാണ് കോഴി കൂവിയത്? കൂടെ കൊണ്ടു നടന്ന, തേനൂട്ടി പാലൂട്ടി താരാട്ടുപാടി കൊണ്ടു നടന്ന ശിഷ്യന്മാർ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും, പത്രോസ് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചപ്പോഴും, നീ തള്ളി പറയുമെന്ന് വാണിംഗ് കൊടുത്തപ്പോഴും ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പത്രോസ് ചെയ്തു. ആ ചെയ്ത പത്രോസിനെ കളിയാക്കാൻ ആ നാട്ടിൽ ആൺപിള്ളേരില്ലാതിരുന്നത് കൊണ്ട് കോഴി കൂവി എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ കോഴിക്കൂവലിൽ പത്രോസ് ഒരു സത്യം മനസ്സിലാക്കി, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. അതൊരു അനുതാപത്തിൻ്റെ കരച്ചിലായി പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ്റെ വെട്ടമേൽക്കുവോളം പത്രോസ് നടന്നത് ഉള്ളറിഞ്ഞുള്ളൊരു കരച്ചിൽ ദൂരമാണ്. ഉള്ളറിഞ്ഞുള്ളൊരു കരച്ചിൽ ദൂരമാണ്. ആ കരച്ചിൽ ദൂരം എന്ന് പറയുന്നത് പത്രോസിൻ്റെ അനുതാപത്തിൻ്റെ ദൂരമാണ്. പത്രോസിൻ്റെ അനുതാപത്തിൻ്റെ ദൂരമാണ്. ആ കരച്ചിൽ ദൂരം കഴിഞ്ഞ് ഒരു അനുതാപത്തിൻ്റെ ഒരു വെളിച്ചം പത്രോസിലുണ്ടായി. നമുക്കുണ്ടാവണം ഈ വെളിച്ചം. ഓർക്കുക, തള്ളിപ്പറഞ്ഞാലും ഉള്ളറിഞ്ഞുള്ളൊരു കരച്ചിൽ മതി. അവിടെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. പത്രോസിന് അതുണ്ടായിരുന്നു. അനുതാപത്തിൻ്റെ ഒരു കണ്ണുനീര്
ആ ഒരു വെട്ടത്തിൻ്റെ വെളിച്ചം, ഉയർത്തെഴുന്നേറ്റവൻ്റെ വെട്ടത്തിൻ്റെ വെളിച്ചം ലഭിച്ചപ്പോൾ പത്രോസിനുണ്ടായ ആ ഒരു അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് പത്രോസ് പിന്നെ സഭയുടെ തലവനായി മാറാനിടയായത്. അങ്ങനെ ഒരു അനുതാപത്തിൻ്റെ വെളിച്ചം യൂദാസിൽ നമ്മൾ കണ്ടില്ല. അതാണ് വ്യത്യാസം. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ അവനൊരു അനുതാപത്തിൻ്റെ വെളിച്ചമുണ്ടായി, എഴുന്നേറ്റ് പിതാവിങ്കിലേക്ക് നടക്കുക എന്നത്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വീഴുക സ്വാഭാവികം, പക്ഷെ വീഴ്ചയിൽ തന്നെ കിടക്കുന്നവരായി മാറരുത്. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നവരായിട്ട് മാറണം. അതാണ് വിശ്വാസം. വീഴാം, അത് സ്വാഭാവികം. എന്നാൽ വീണിടത്ത് തന്നെ കിടക്കുന്നത് അത് പൈശാചികം. എന്നാൽ വീണിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് അത് ദൈവീകം. അപ്പം ദൈവീകത്തിൻ്റെ ഒരു പുണ്യം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതാവട്ടെ അനുതാപത്തിൻ്റെ കണ്ണുനീര്, അതാവട്ടെ ഉയർപ്പിൻ്റെ വെട്ടത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന അനുതാപത്തിൻ്റെ കണ്ണുനീര്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.